ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടിലൊരു പോണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോണ്ടിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയുണ്ട് തസ്നിയുടെ വീട്, അവിടെയാണ് പോകുന്നത്. തസ്നിയുടെ വീട്ടിൽ ഒത്തിരി വാട്ടർ പ്ലാന്റ്സുകളുണ്ട്. നമ്മൾ മുന്നേ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ പ്ലാന്റ്സുകളൊക്കെ. അന്ന് വാട്ടർ പ്ലാന്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ലോട്ടസ്, അതുപോലെ വാട്ടർ ലില്ലിക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ പോണ്ട് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മൾ തസ്നിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വാട്ടർ പ്ലാന്റ്സിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക ഏരിയ തന്നെയുണ്ട്. വീണ്ടും ബാക്ക് സൈഡിലായിട്ട് പ്രത്യേകം ഒരു ഷെഡ് തന്നെ നിർമ്മിച്ച് അതിലാണ് ഈ വാട്ടർ പ്ലാന്റ്സുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിനൊക്കെ നല്ല രീതിയിൽ വെയിൽ വേണം. നല്ല വെയിലുണ്ടെങ്കിലാണ് നല്ല രീതിയിൽ ഫ്ലവറിങ് ഉണ്ടാവുക. അപ്പോൾ ഒരുപാട് പോട്ട്സുകളിൽ, വലിയ വലിയ പോട്ട്സുകളിലാണ് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ലോട്ടസ് പ്ലാന്റ് വെറൈറ്റീസ് ആണ്. ഇത് പീക്ക് ഓഫ് പിങ്ക് വെറൈറ്റിയാണ്. എന്തൊരു ഭംഗിയല്ലേ ഈ ഒരു ഫ്ലവർ കാണാൻ. ഇത് വിരിയാൻ നിൽക്കുന്ന ഒരു ഫ്ലവറാണ്. അടിപൊളിയായിട്ടുണ്ടല്ലേ. ഒരുപാട് ഉറുമ്പുകളൊക്കെ വന്ന് അതിൻ്റെ ഉള്ളിൽ തേൻ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയായിട്ട് തലയുയർത്തി നിൽക്കുന്നത് ആ ഒരു പ്ലാന്റ്. ആ ഒരു ഫ്ലവറൊക്കെ കാണുമ്പോൾ ആ പ്ലാന്റ് ഒന്നിച്ചങ്ങ് വാങ്ങിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ റേറ്റ് ഒന്നും നമുക്ക് താങ്ങില്ല. നല്ല റേറ്റാണ് ആ ഒരു പ്ലാന്റ് ഒന്നിച്ചൊക്കെ വാങ്ങിക്കുമ്പോൾ. പക്ഷേ നമുക്കതിൻ്റെ ട്യൂബർ വാങ്ങിക്കാം. ട്യൂബർ നമുക്കൊരു 1000 റുപ്പീസിനൊക്കെ വാങ്ങിക്കാം. 2-3 മാസം കൊണ്ട് അതൊരു പ്ലാന്റായിട്ട് വന്ന് ഫ്ലവറിങ് സ്റ്റേജിലേക്ക് എത്തും. ഈ പ്ലാന്റ് ഗ്രീൻ ആപ്പിളാണ്. ഗ്രീൻ ആപ്പിൾ എന്നാണ് നല്ല ഒരു അതിൻ്റെ ഒരു കളർ കൊണ്ടായിരിക്കാം അതിന് ആ ഒരു പേര് കിട്ടിയിരിക്കുന്നത്. നല്ല ഈ ഒരു ലോട്ടസ് പ്ലാന്റിൻ്റെ ലീഫ് അതും തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. എന്ത് നല്ല ഒരു ക്യൂട്ടായിട്ട് നിൽക്കുന്ന ലീവ്സാണ്. പിന്നെ വാട്ടർ ലില്ലി ആണെങ്കിൽ അതിന് അത്ര ഹൈറ്റിൽ അതിൻ്റെ ലീഫ് വരുന്നില്ല. പിന്നെ ഇവിടെ റെഡ് ഫിലിപ്പ്, അതുപോലെ പിങ്ക് ക്ലൗഡ്, ട്രോപ്പിക് സൺസെറ്റ്, ഇങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ പേരുകൾ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമുക്ക് കേൾക്കാത്ത തരത്തിലുള്ള ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള റയർ നെയിംസാണ് ഇതിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് ഈ വാട്ടർ ലില്ലി, അതുപോലെ ലോട്ടസ് പ്ലാന്റ്സുകളൊക്കെ. ഈ കാണുന്നതൊക്കെ വാട്ടർ ലില്ലീസാണ്. വാട്ടർ ലില്ലീസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റീസ് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു വാട്ടർ ലില്ലി പ്ലാന്റ് ആണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ കാണുന്ന പ്ലാന്റ്സ് വെറൈറ്റീസ് ഒക്കെ ഇവർ കേരളത്തിൻ്റെ അകത്തുനിന്നും പുറത്തുനിന്നും ഒക്കെ ഓൺലൈൻ വഴി വാങ്ങിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അത്യാവശ്യം റേറ്റ് കൊടുത്തിട്ടാണ് ഓരോ പ്ലാന്റ്സും വാങ്ങിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് ഈ ലോട്ടസ് പ്ലാന്റ്സിനും അതുപോലെ വാട്ടർ ലില്ലി പ്ലാന്റ്സിനൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഇതിൻ്റെ ട്യൂബർ വാങ്ങിയിട്ട് ട്യൂബറിന് നമുക്കൊരു 2-3 മാസം കൊണ്ട് പുതിയൊരു പ്ലാന്റാക്കി എടുക്കാനും 6-7 മാസം കൊണ്ട് തന്നെ അതിൻ്റെ പുതിയ തൈകൾ നമുക്ക് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിൽ നമ്മളുടെ പ്ലാന്റ് വളർന്നു വരും. അപ്പോൾ നമ്മൾ വാങ്ങിയ ക്യാഷ് നമുക്ക് മുതലായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതിനെ ഈ ഒരു വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല പ്ലാന്റ് തന്നെയാണിത്. വാട്ടർ പ്ലാന്റ്സുകൾ നിങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവരുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് വാട്ടർ പ്ലാന്റ്സുകൾ വാങ്ങിക്കാം. പിന്നെ മറ്റ് പ്ലാന്റ്സുകൾ നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഇതിൽ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചുള്ള കാറ്റലോഗ് ലഭിക്കുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്ലാന്റ്സ് വാങ്ങിക്കാനും സഹായിക്കും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങിച്ച വാട്ടർ ലില്ലി പ്ലാന്റ് ട്രോപ്പിക് സൺസെറ്റ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ തന്നെ ഇതിൽ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വലിയൊരു പോട്ടിലേക്ക് ഇതിനെ മാറ്റി ആ പോട്ട് സെറ്റ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ പ്ലാന്റൊക്കെ വാങ്ങി വീട്ടിലെത്തിയപ്പോഴേക്കും നന്നായിട്ട് ടയേർഡായിരുന്നു. പിന്നെ നോമ്പൊക്കെ ആണല്ലോ, അപ്പോൾ നന്നായിട്ട് ക്ഷീണിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ ആ പ്ലാന്റ് ചീത്തയായി പോകുമെന്ന് വിചാരിച്ചിട്ട് അതിനെ വേഗത്തിൽ പോട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ കൂടെ എടുക്കാനുള്ള ഒരു മൂഡിലല്ലായിരുന്നു, അതുകൊണ്ട് കാണിച്ചില്ല. സോ നമ്മൾ ഒരു വാട്ടർ ലില്ലി പ്ലാന്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രമാത്രം വലിയ പോട്ടിൽ നമ്മളിത് വെക്കുന്നോ അത്രയും നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ് വളരും. പിന്നെ നമ്മൾ എടുക്കുന്ന പോട്ടിൻ്റെ അടിഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കമ്പോസ്റ്റ് അതല്ലെങ്കിൽ ചാണകപ്പൊടി നന്നായിട്ട് നിറക്കുക. പിന്നെ നമ്മൾ നല്ല ചുവന്ന മണ്ണാണ് എടുക്കേണ്ടത്. കല്ലൊന്നും ഇല്ലാത്ത, കട്ടയില്ലാത്ത നല്ല മണ്ണ് എടുത്തിട്ട് അത് അതിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം ആ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചളി ഏറ്റവും ബെസ്റ്റാണ്. ചളി ഇല്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നമുക്ക് ചുവന്ന മണ്ണ് തന്നെ ഈ
ചെടികൾ വളരാൻ ധാരാളമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വാങ്ങിയ മറ്റൊരു പ്ലാന്റാണിത്, ജപ്പോണിക്ക നിറയെ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഒരുപാട് പുതിയ കിക്കീസൊക്കെ വരുന്ന നല്ലൊരു പ്ലാന്റാണ്. അപ്പോൾ ഈ 2 പ്ലാന്റ്സാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതാ എനിക്ക് എൻ്റെ സബ്സ്ക്രൈബർ എനിക്കൊരു വൈറ്റ് ആമലിൻ്റെ തൈ തന്നിട്ടുണ്ടായിരുന്നു. ആ തൈയിൽ നിന്ന് ഒരുപാട് തൈകൾ ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ പോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, കുറേ കുഞ്ഞു പോട്ടുകളിലേക്ക് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലുതായി വരട്ടെ. അപ്പോൾ ഇതിനൊക്കെ ഇനി നമ്മളുടെ പോണ്ടിലേക്ക് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പോണ്ടിലേക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാം. ഇതിൻ്റെ പേര് പെന്നിവർട്ടാട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് ചെറുത് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇതിൽ വെള്ളം ഇങ്ങനെ നിൽക്കുക. ഇതുണ്ട്, അത് അതിൻ്റെ വലുതാണ്. അതായത് അതിൻ്റെ വേര് ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ട് വേര് കാണാൻ. അതിൻ്റെ ഇലയൊക്കെ ചെറുതായി ഇങ്ങനെ വരികയാണ്. അതിലൊക്കെ പുതിയ കുറേ ലീവ്സ് വരും. നല്ല ഭംഗി പോട്ട് നിറഞ്ഞു വരും. ഇത് നിറഞ്ഞ് നല്ല ഭംഗിയൊക്കെ കേട്ടോ. ഉണ്ടോ, നമ്മളെ താമരൻ്റെ ഇല പോലെ തന്നെ കാണാൻ രസമുണ്ട്. ഇത് കുറച്ചുകൂടെ വലുതാകും. യെസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഗാർഡൻ റിലേറ്റ് ചെയ്ത നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപോകാം.